ഹലോ ഹായ് എവറി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനും വിത്തും കൂടെ ഒരു ട്രിപ്പ് പോകാമെന്ന് പ്ലാൻ ചെയ്തു. 2 days ട്രിപ്പാണ്. ഇടുക്കിയിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ നമ്മളൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ മാപ്പൊക്കെ നോക്കി കുറച്ചൊക്കെ വഴി തെറ്റി, പിന്നെ കറക്റ്റാക്കി. ഇടയിൽ ഞങ്ങൾ ഹോൾട്ട് ചെയ്തു 2-3 പ്ലേസസിൽ. 3.5 hours ആയിരുന്നു നമ്മളുടെ ജേർണി ഡ്യൂറേഷൻ. ക്ലൈമറ്റൊക്കെ ഞങ്ങൾക്ക് ഫേവർ ചെയ്തിട്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ഈ ട്രിപ്പിൽ. വെയിലുണ്ടായിരുന്നില്ല, പിന്നെ ഒരു തണുത്ത കാറ്റും ഉണ്ടായിരുന്നു. നല്ലതായിരുന്നു. ഞങ്ങൾക്കധികം ടയേർഡൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടു, അപ്പോൾ അവിടെ നിർത്തി. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫ്രഷ് വാട്ടർ ആയിരുന്നു, അപ്പോൾ വിത്തു ഒന്ന് മുഖമൊക്കെ കഴുകി എനർജറ്റിക്കായി. വീണ്ടും ഞങ്ങളങ്ങനെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇനി കുറച്ച് ഡിസ്റ്റൻസ് നമുക്കുള്ളൂ റിസോർട്ടെത്താൻ. ഗ്രീൻബർഗ് പറഞ്ഞ റിസോർട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഹെയർ പിൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റിസോർട്ടെത്തി, ഗ്രീൻബർഗ്. ഇവിടെയാണ് 12th Man എന്ന് പറയുന്ന മൂവിയൊക്കെ ഷൂട്ട് ചെയ്തത് നമ്മുടെ ലാലേട്ടൻ്റെ. നല്ലൊരു റിസോർട്ട്, നല്ല ആംബിയൻസ്. ആദ്യം തന്നെ നമ്മൾ അവരുടെ റിസപ്ഷനിലോട്ട് പോയി ചെക്ക് ഇൻ ചെയ്യാനായിട്ട്. നമ്മളൊരു വില്ലയാണ് ബുക്ക് ചെയ്തത്. അതവരുടെ റിസപ്ഷൻ, റെസ്റ്റോറൻറ്റ് അതുമായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. ഒരു 500 meter ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മളങ്ങനെ അവിടെ എത്തി. ഇതായിരുന്നു നമ്മുടെ ലഞ്ച്. നല്ല ഫുഡായിരുന്നു. നമുക്കവിടെ അതർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ ബോട്ടിങ് ചെയ്തു, പിന്നെ കയാക്കിങ്ങും ചെയ്തു. അത് കഴിഞ്ഞത് മഴ വന്നു. ഫുള്ള് കോടയായി. മഴ വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ക്ലൈമറ്റ് ആ ടൈമിൽ. പിന്നെ ഞങ്ങൾ മെല്ലെ റൂമിലോട്ട് പോയി. രാത്രി നമുക്ക് ക്യാൻറ്റീൻ ലൈറ്റ് ഡിന്നറൊക്കെ ആയിരുന്നു. നല്ല ഫുഡായിരുന്നു. കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഡേ ഓഫ് ട്രിപ്പ്. അപ്പോൾ ഇന്ന് മോർണിംഗ് തന്നെ ട്രക്കിംഗ് ആയിരുന്നു. ഒരു 7 ഒക്കെ ആയപ്പോൾ നമ്മൾ വന്നു. കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ആയിരുന്നു 12th Man മൂവിയിൽ അനുശ്രീ എടുത്ത് ചാടുന്ന ആ ഒരു പോയിൻറ്റ്. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. കുറേ നേരം നമുക്കിരുന്ന് ഒന്ന് റിലാക്സ് ആവാൻ പറ്റിയൊരു പ്ലേസ്. രാവിലെ നമുക്ക് ബഫേ ആയിരുന്നു. ഞാൻ ഇതൊക്കെയായിരുന്നു എടുത്തത്. നല്ല ഫുഡായിരുന്നു, കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ അവരുടെ ഫാം ഉണ്ടായിരുന്നു, അത് പോയി വിസിറ്റ് ചെയ്തു. കുറച്ച് ആനിമൽസൊക്കെ ഉണ്ടായിരുന്നു. നല്ല ക്ലീൻ ആയിരുന്നു അവിടെ. അതെടുത്ത് പറയേണ്ട കാര്യമാണ്. നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവർ ആ ഒരു പ്ലേസ്. എന്തായാലും നമ്മൾ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് വാഗമൺ കൂടി പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്യേണ്ട ഡേ ആയിരുന്നു. പാക്കെല്ലാം ചെയ്ത് ചെക്കൗട്ട് ചെയ്തു. മഴ വരാനുള്ളൊരു ക്ലൈമറ്റായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഫുള്ള് കോടയൊക്കെ ആയി. അങ്ങനെ ലാസ്റ്റ് മഴ വന്നു. മഴ കുറച്ച് കുറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മെല്ലെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു ടു വാഗമൺ. കുറച്ച് സ്ലോ ആയിട്ടാണ് പോയത്. മഴ ആയതുകൊണ്ട് ഫുൾ കോടയാണ്, ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ റോഡും സ്ലിപ്പറി ആയിരുന്നു. ഇവിടെ നമുക്ക് ഗൂഗിൾ മാപ്പിൽ ചെറിയൊരു നാരോ റോഡായിരുന്നു കേട്ടോ വാഗമണിലോട്ടുണ്ടായിരുന്നത്. കുറച്ച് റിസ്കി റോഡായിരുന്നു. അങ്ങനെ നമ്മൾ വാഗമണിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി കുറച്ച് കിലോമീറ്റേഴ്സ് കൂടി ഉള്ളൂ. ഇവിടെ ഫുള്ളും ടീ പ്ലാന്റേഷൻസ് ആണ് കേട്ടോ. ഞങ്ങളൊക്കെ ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ വാഗമൺ എത്തുന്നതിന് മുന്നേ ഫുഡ് കഴിച്ചു.
ലഞ്ച് അടുത്തുള്ളൊരു ഹോട്ടലിനായിരുന്നു കഴിച്ചത്. അതിനുശേഷം നമ്മൾ മെഡോസിലെത്തി, വാഗമൺ മെഡോസ്. ഇവിടെ നമുക്ക് എൻട്രിക്ക് ടിക്കറ്റ് ഒക്കെ എടുക്കണമായിരുന്നു കേട്ടോ. 2 ടിക്കറ്റ് എടുത്ത് ഞങ്ങളകത്ത് കയറി. ഇവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ചെയ്യാം. സ്കൈ സൈക്ലിംഗ് അങ്ങനെയൊക്കെ. ഞങ്ങൾ പക്ഷേ കുറച്ച് ഫോട്ടോസ് എടുത്ത് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. നെക്സ്റ്റ് പൈൻ വാലി, പൈൻ ഫോറസ്റ്റിലോട്ടാണ് പോയത്. അവിടെ നിന്നൊരു 1-2 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമുക്ക് എൻട്രി ഫീ ഉണ്ടായിരുന്നു. ബട്ട് ഇതൊരു അടിപൊളി പ്ലേസാണ്. വാഗമണിലോട്ട് പോവുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ മസ്റ്റ് വിസിറ്റ് പ്ലേസാണിത്. ഇവിടെ കുറച്ച് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തു, ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ദെൻ അവിടെ നിന്ന് നമ്മൾ മെല്ലെ ഇറങ്ങി. ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ നമുക്ക് വീടെത്താൻ, ഇന്ന് തന്നെ ഞങ്ങളെ വീട്ടിലോട്ട് തിരിക്കാമെന്ന പ്ലാൻ. അപ്പോൾ നമ്മൾ എനർജി മെയിൻറ്റെയിൻ ചെയ്യാനിട്ട് ഒരു ചായ കുടിച്ച് കൂടെ മാഗിയും കഴിച്ചു. ഇനി നമുക്ക് 4 hours ഉണ്ട് കേട്ടോ വീടെത്താനായിട്ട്. കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്യണം. അങ്ങനെ മെല്ലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഹെയർ പിൻസൊക്കെ കഴിഞ്ഞ് താഴെ എത്താറായപ്പോൾ ഒന്ന് റെസ്റ്റ് എടുത്തു. കുറച്ച് നേരം ഇവിടെ ഒന്ന് റിലാക്സ് ചെയ്തിരുന്നു. പോകുന്ന വഴിയിൽ നമ്മളൊരു വാട്ടർഫോൾ കണ്ടു. നല്ല ഹൈറ്റുള്ള വാട്ടർഫോളായിരുന്നു അത്. നമ്മൾ പെട്രോൾ ബങ്കിൽ കയറി പെട്രോൾ അടിക്കാനായിട്ട്. മഴയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ റെയിൻ കോട്ടൊക്കെ ഇട്ടു. അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. തൊടുപുഴ അവിടേക്ക് എത്തിയപ്പോൾ തൊട്ട് എറണാകുളം വരെ ഉണ്ടായിരുന്നു. ബുള്ളറ്റ് ആയതുകൊണ്ട് നമ്മൾ വെട്ടിച്ച് കയറിപ്പോയി, അല്ലെങ്കിൽ കുറച്ചധികം ടൈമായി തന്നെ. മഴ നന്നായി കൂടി. അപ്പോൾ നമ്മളുടെ ഡ്രൈവ് സ്റ്റോപ്പ് ചെയ്തു. ആനന്ദഭവൻ അവിടെയായിരുന്നു നമ്മൾ പാർക്ക് ചെയ്ത്. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഡിന്നർ അവിടെ നിന്നാവാം. വിശന്നിട്ടാണോന്ന് അറിയില്ല, നല്ല ഫുഡായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പുതുക്കാട് ഇവിടെ വന്ന് അപ്പോൾ ഈ റെയിൽവേ ക്രോസിൽ പെട്ടു. ട്രെയിൻ പോകുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ലോങ് ഡ്രൈവിന് ശേഷം വീടെത്തി. ഇനി പോയി ഫ്രഷ് ആവുന്നു, ഉറങ്ങുന്നു. ഞങ്ങൾ 2 പേരും നന്നായി എൻജോയ് ചെയ്തു. ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പാണിത്. കുറേ മെമ്മറീസ് ഉണ്ടായിരുന്നു. ഇത്രയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു കുട്ടി വീഡിയോ. അപ്പോൾ ശരി, പിന്നെ കാണാവേ.